ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. 2020 ശേഷമുള്ള എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളിത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിലെ സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ പഠിക്കണം കേട്ടോ. ഓക്കെ, കാരണം ഇത് 2020 ശേഷമുള്ള 4 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 4 പരീക്ഷകളാണ് നടന്നത് 2020 ശേഷം. ആ 4 പരീക്ഷയുടെ 80 ചോദ്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പഠിക്കാൻ ഈസിയാണ്, അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. പരീക്ഷയ്ക്ക് 20 മാർക്കിൻ്റെ ചോദ്യമാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന്. ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കുക. ഫുൾ മാർക്ക് പറ്റിയില്ലെങ്കിലും മാക്സിമം മാർക്ക് വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഓപ്ഷൻ സി 55D. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ഓപ്ഷൻ ഡി 23. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ദുഃഖവെള്ളി. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്ന ദിവസമാണേ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡ്രൈ ഡേ എന്നാൽ മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്ന ദിവസം. അപ്പോൾ ഇവിടെ ഡ്രൈ ഡേ ആയിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ദുഃഖവെള്ളിയാണ്. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ബി എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിൽ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ ഡി 31A. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഓപ്ഷൻ ബി 20B(2)(b). 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2)(b). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ന്യൂട്രൽ സ്പിരിറ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ക്രൂഡ് പിരിഡിൻ. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ഓപ്ഷൻ ബി നീല. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരി ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. FL4A ക്ലബ്ബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ഓർ വൈൻ പാർലർ ലൈസൻസ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരി ഏത്? FL4A ക്ലബ്ബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ഓർ വൈൻ പാർലർ ലൈസൻസ്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ ഓർ കോളേജുകളിൽ നിന്ന് വേണ്ട കുറഞ്ഞ ദൂരപരിധി? ഓപ്ഷൻ സി 200 മീറ്റർ. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ ഓർ കോളേജുകളിൽ നിന്ന് വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ.
താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15 താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഒക്ടോബർ 2, ജനുവരി 30, ജൂൺ 26. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചോണം. നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ 2, ജനുവരി 30, ജൂൺ 26. ഓക്കെ. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? ഓപ്ഷൻ സി 4. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ. ഓപ്ഷൻ സി 200 രൂപ. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പുണ്ടാകണം? ഓപ്ഷൻ എ 85%. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പുണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? ഓപ്ഷൻ ബി 23. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്, ബെയിലബിൾ ആണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്, മുകളിൽ പറഞ്ഞതൊന്നുമല്ല. നിയമപ്രകാരം ഓപ്ഷൻ സി 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരം അല്ല. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരം അല്ല. ENA പൂർണ്ണനാമം? ഓപ്ഷൻ ബി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള്. ENA പൂർണ്ണനാമം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള്. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഗേജിംഗ് എന്നത്? ഓപ്ഷൻ സി ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. ഗേജിംഗ് എന്നത് ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം? ഓപ്ഷൻ ബി 72 മണിക്കൂർ. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം? 72 മണിക്കൂർ. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം?
ഓപ്ഷൻ ഡി ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്ന് ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി 3, 4 മാത്രം. ശരിയായ പ്രസ്താവന: മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന: മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3, 4. മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം: മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ബ്ലെൻഡിങ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് ബ്ലെൻഡിങ്. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി 50,000 രൂപ. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ഓപ്ഷന് 35 UP. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? 35 UP. കേരളത്തിൽ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യ മൊത്ത വിൽപ്പന ഹോൾസെയിലായി നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ഓപ്ഷൻ ഡി FL9 ലൈസൻസ്. കേരളത്തിൽ മറ്റ് വിദേശ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിലായി നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ്. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 4. കോട്ട്പ നിയമ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 4. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഓപ്ഷൻ എ 100 യാർഡ്. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി 18 വയസ്സ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 14405. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 14405. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? ഓപ്ഷൻ ബി 2016. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 2016. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമായോ ബോധപൂർവമോ പകർത്തുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ പ്രക്ഷേപണം ചെയ്യുന്നതോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ.
2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമായോ ബോധപൂർവമായോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ? 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായ സത്യസന്ധതയില്ലാതെ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന സ്വകാര്യ മുറി. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടുന്നവയാണ് പോലീസ് സ്റ്റേഷൻ, ചരക്കുവാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. പൊതുസ്ഥലത്തിൽ ഉൾപ്പെടുന്നത് പോലീസ് സ്റ്റേഷൻ, ചരക്കുവാഹനം, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ്? ഓപ്ഷൻ സി 15 ലിറ്റർ. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് 15 ലിറ്റർ ആണ്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം? ഓപ്ഷൻ എ 23 വയസ്സ്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NDPS ആക്ടിൻ്റെ ഉദ്ദേശം? ഓപ്ഷൻ ബി 1, 2, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 ഉദ്ദേശം: മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്? ഓപ്ഷൻ എ NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ
മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്ന മുറി ഉൾപ്പെടെ മർമ്മപ്രധാന കേന്ദ്രങ്ങൾ കൂടി പൂട്ടി സൂക്ഷിക്കുന്നതിലേക്ക് ഉള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ്. ഓപ്ഷൻ ബി കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള് ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ഓപ്ഷൻ ഡി 3ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ: ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENAയുടെ പൂർണ്ണരൂപം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള്. ഇത് ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യ ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 1, 2 and 3. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 3 and 4. തെറ്റായ പ്രസ്താവനകൾ: FL4A ക്ലബ്ബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം. പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണ്. താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം പ്രസ്താവനകളാണ്. അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. 15.5% V/V വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35° UP ജീൻ വിദേശമദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓർത്തു വയ്ക്കുക കേട്ടോ. ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 2, 3 and 4. ശരിയായ പ്രസ്താവനകൾ: പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിൽ ഉള്ളവയായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. കോഡ് ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവയായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്.
വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 3. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണ്? സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഓപ്ഷൻ സി 1, 2, 3. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ. ഓപ്ഷൻ സി 2, A and B. വകുപ്പ് 43, വകുപ്പ് 66. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിനുള്ള കുട്ടിയുടെ പ്രായം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെ. മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം ഓപ്ഷൻ സി 23 വയസ്സ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1, 3, 4 എന്നിവ മാത്രം. ശരിയായ ഓപ്ഷനുകൾ: ജനുവരി 30-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായവ: ജനുവരി 30-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഓക്കെ. തന്നിരിക്കുന്ന പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 2, 3. മദ്യം കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ് IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ. തന്നിരിക്കുന്ന പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? 2, 3 മാത്രം. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം
ഓപ്ഷൻ ഡി 1997. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ. ഓപ്ഷൻ ബി ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ സി 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. ഓപ്ഷൻ ഡി CH3OH. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? ഓപ്ഷൻ ബി 37.5. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഓപ്ഷൻ സി 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി 1, 3 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവനകൾ: ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനയാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല. അപ്പോൾ ആ ശരിയായ പ്രസ്താവന ഓർത്തു വയ്ക്കുക. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ഓപ്ഷൻ എ രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 മണി വരെ. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. ഓപ്ഷൻ ഡി 180 ml. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 ml. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പാ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 18 വയസ്സിൽ തികയാത്ത ഒരാൾക്കും പുകയില വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പാ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോട്ട്പാ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഓപ്ഷൻ ബി 30. കോട്ട്പാ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ഓപ്ഷൻ ബി 85%. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകി മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. ഓപ്ഷൻ സി വിമുക്തി. കേരളത്തിൽ
മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ വിമുക്തി ജൂൺ 20. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ 97ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 97ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് 1, 2, 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെ ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ഓപ്ഷൻ ഡി 1, 2, 3. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.